ഐറ്റം ഇമ്പോർട്ട് ഡയറക്റ്റ് ഐറ്റം മാസ്റ്ററിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. എക്സലിൽ നിന്ന് ഐറ്റം ഇമ്പോർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻവെൻറ്ററി പോവുക, ഐറ്റം മാസ്റ്ററിൽ പോവുക. ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് പെർമിഷൻ സെറ്റ് ചെയ്യണം. പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സൽ ഐറ്റം മാസ്റ്റർ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അസൈൻ പെർമിഷനകത്ത് ഇൻവെൻറ്ററി സെക്ഷനകത്ത് എക്സൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അസൈൻ പെർമിഷൻസിൽ ഇൻവെൻറ്ററിയിൽ ഡയറക്റ്റ് ഇമ്പോർട്ട് ഫ്രം എക്സൽ ഇത് എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷനാണുള്ളത്. ഡൗൺലോഡ് സാമ്പിൾ, ഡൗൺലോഡ് ടെംപ്ലേറ്റ്, ഇമ്പോർട്ട് എക്സൽ. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് സാമ്പിൾ വേണമെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കാം. ഡൗൺലോഡ് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റിലായിരിക്കും നമ്മൾ ഈ എക്സലിൻ്റെ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഇങ്ങനെയൊരു ഫയലായിരിക്കും കിട്ടും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ബാർകോഡ് ഇടണം, ഐറ്റം നെയിം ഇടണം, ക്വാണ്ടിറ്റി ടൈപ്പ് ഇടണം, പീസസ് പെർ യൂണിറ്റ് ഇടണം, കാറ്റഗറി ഐ ഡി നമ്പർ കൊടുക്കണം, പിന്നെ കോസ്റ്റ്. സ്കെയിൽ ഐറ്റം ആണെങ്കിൽ 1 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 0 എന്ന് കൊടുക്കുക. സ്കെയിൽ ഐറ്റം 0 ആണെങ്കിൽ 1 ആണെങ്കിൽ ഇവിടെ നമുക്ക് സ്കെയിൽ യൂണിറ്റ് പ്രൈസോ വെയിറ്റോ പീസസോ കെ ജി ആണെന്ന് വെച്ചാൽ എന്തൊക്കെ കൊടുക്കുക. PLU കോഡ് ഉണ്ടെങ്കിൽ PLU കോഡ് കൊടുക്കുക. സ്കെയിൽ ഐറ്റം ആണെങ്കിൽ ടാക്സ് കാറ്റഗറി കൊടുക്കുക. 1000 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ടാക്സ്. നമ്മളിവിടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. പിന്നെ നമ്മൾ സെല്ലിംഗ് പ്രൈസ്, നമ്മുടെ ഇൻക്ലൂഡിങ് ടാക്സ് സെല്ലിംഗ് പ്രൈസ് ഇത്രയും കൊടുക്കുക. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമ്മൾ ആ ഫയൽ നമ്മളിവിടെ ഓപ്പൺ ആക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മളെല്ലാം ചെയ്തിട്ട ശേഷം ഇമ്പോർട്ട് എക്സൽ എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ ആ ഫയൽ കിടക്കുന്നത് ആ ഫയൽ കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡാറ്റാസ് ഒന്നും ഇല്ല, കാരണം ഈ ഒരു ഡാറ്റ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഓക്കെ. നമ്മൾ ആ ഫയൽ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും ആ ഫയലിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിലേക്ക് വന്നു. ഓക്കെ, ഇതാണ് നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ എക്സലിൽ കൊടുത്തേക്കുന്നത് അതനുസരിച്ചിട്ട് ഇവിടെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും വരും. ഓക്കെ, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് സെല്ലിംഗ് പ്രൈസോ കോസ്റ്റോ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ എക്സൽ ഓപ്പൺ ആക്കിയിട്ട് എക്സൽ എഡിറ്റ് ചെയ്യണം. എക്സൽ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എക്സൽ ഇമ്പോർട്ട്, ഇതാണ് നമ്മുടെ ആ ഫയൽ. അപ്പോൾ ഈ ഫയലിനകത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് സേവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ഫയൽ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കും സേവ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ യെസ് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 221 റെക്കോർഡ്സാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പം നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇതിനകത്തുള്ള ഏതെങ്കിലും ബാർകോഡ് നമ്മുടെ ഐറ്റം മാസ്റ്ററിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ആകത്തില്ല. ഓക്കെ, അതില്ലാതെയുള്ള ഡാറ്റാസ് മാത്രമേ ഡൗൺലോഡ് ആകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ എക്സലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് 440 ഐറ്റം ഉണ്ട്. പക്ഷേ ഈ 440 ഐറ്റം ഇതിനകത്തില്ല. ഇതിനകത്ത് 221 ഐറ്റമേ ഉള്ളൂ. കാരണം അതായത് 440 ഈ 221 കഴിഞ്ഞിട്ടുള്ള ബാർകോഡ്സ് ഓൾറെഡി നമ്മുടെ ഐറ്റം മാസ്റ്ററിൽ ഉള്ളതുകൊണ്ടാണ് അത് ഡൗൺലോഡ് ആകാത്തത്. ഓക്കെ, നമ്മളിവിടെ ഓക്കെ കൊടുത്തു. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. API ഐറ്റംസ് അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. കാരണം ഈ എക്സലിലുള്ള കംപ്ലീറ്റ് ബാർകോഡ്സും നമ്മുടെ ഐറ്റം മാസ്റ്ററിലേക്ക് വന്നു. കണ്ടോ, 0 ഉണ്ട്. ഇപ്പോൾ 0 റെക്കോർഡ്സ് ഫൗണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഐറ്റം മാസ്റ്ററിൽ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഐറ്റം മാസ്റ്ററിൽ 27301 ആയിരുന്നു നമ്മുടെ ഐ ഡി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അടിച്ചു പോയി കഴിഞ്ഞാൽ കണ്ടോ 522 ആയി. ഓക്കെ, അപ്പോൾ അത്ര ഐറ്റംസ് കയറി. നമ്മൾ ബാക്കി പോയി കഴിഞ്ഞാൽ കണ്ടോ ഇതെല്ലാം നമ്മളിപ്പം ഓട്ടോമാറ്റിക്കലി എക്സലിൽ നിന്ന് കയറിയതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എക്സലിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഐറ്റം മാസ്റ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഡൗൺലോഡ് ടെംപ്ലേറ്റ് കൊടുത്തിട്ട് നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും നമുക്ക് ഈ ടെംപ്ലേറ്റ് നമുക്ക് സേവ് ചെയ്തിടാം ഡെസ്ക്ടോപ്പിലേക്ക്.
ഐറ്റം മാസ്റ്റർ ഇമ്പോർട്ട് സേവ് ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ ആ ഫയലിൽ പോയിട്ട് ഐറ്റം മാസ്റ്റർ ഇമ്പോർട്ട് നോക്കി. ഇവിടെ ഞാൻ ഒന്നുമില്ല മാനുവലായിട്ട് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി എക്സൽ ഫയൽ വേറെ ഏതെങ്കിലും ഫയൽസിൻ ഡാറ്റയുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കോപ്പി ചെയ്തിടാം. നമുക്കിവിടെ ഇതിനകത്ത് ഇപ്പോൾ ഒരു എക്സൽ ഫയലുണ്ട്. ഇതിപ്പോൾ ഒരു ഡാറ്റ വന്നതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, അതിൻ്റെ ഐറ്റം നെയിം എടുത്തു, പേസ്റ്റ് ചെയ്തു, അതിൻ്റെ കോസ്റ്റ് എടുത്തു, സേവ് ചെയ്തു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാനുവലായിട്ട് കൂടെ കൊടുക്കാം. ഇത് നമ്മൾ പീസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പീസസ് പെർ ടൈപ്പ് 1, കാറ്റഗറി ഐ ഡി ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഐ ഡി 5003 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് 3 ഫീൽഡും സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക് അത് വന്നു. ഇനി സ്കെയിൽ ഐറ്റം, ഇതൊന്നും സ്കെയിൽ ഐറ്റം അല്ല, അതുകൊണ്ട് 0. സ്കെയിൽ യൂണിറ്റ് ഇല്ല, PLU കോഡ് ഇല്ല, ടാസ്ക് കാറ്റഗറി 1000. ഇത് 4 ഇതും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ താഴത്തേക്ക് വലിക്കാം. ഇനി നമുക്കിവിടെ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കൊടുക്കാം. ഇത് 3, ഇത് 5, ഇത് 6, 2, 5, 13, 2. ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. കൊടുത്തിട്ട് നമുക്കിവിടെ ഞാനിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ലെറ്റർ ആഡ് ചെയ്യുകയാണ്. നമുക്കത് ഇമ്പോർട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി സേവ് ചെയ്തു, കണ്ടിന്യൂ, ക്ലോസ് ചെയ്തു. ഞാൻ എക്സൽ ഇമ്പോർട്ടിൽ പോയി, ഇമ്പോർട്ട് എക്സൽ, ഡെസ്ക്ടോപ്പിൽ ഐറ്റം മാസ്റ്റർ ഇമ്പോർട്ട്, ഐറ്റം മാസ്റ്റർ ഇമ്പോർട്ട് സ്പേസ് ഇല്ല ഉണ്ടോ. നമ്മളിപ്പം ആഡ് ചെയ്ത് അത്ര ഐറ്റം ഉണ്ട്, A1000, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നു. ഇനി നമ്മളിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം മാസ്റ്ററിലേക്ക് ഇത് സേവ് ആവും. ഇങ്ങനെയാണ് നമ്മൾ ഐറ്റം മാസ്റ്റർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്.